ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മഴക്കാലമാണ്. നമുക്കറിയാം, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ്. ഇത്തരത്തിൽ വെള്ളച്ചാട്ടത്തിലും മലയോര മേഖലകളിലും പുഴയോരത്തും ഒക്കെ നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, വെള്ളത്തിനോടും തീയിനോടുമൊന്നും കളിക്കാൻ നിൽക്കരുത്. ഈ വീഡിയോ കാണാം, അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഈ തിന്നിട്ട് പല്ലിൻ്റെ അടിയിൽ കൊടുങ്ങുക എന്നൊക്കെ പറയൂലേ, ആ കുത്തിക്കഴപ്പാണ്. വീഡിയോ കാണാം, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കടലാണ് കേട്ടോ. ശക്തമായിട്ട് മഴ പെയ്തിട്ട് തിര ഇളകി നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ പറയണ്ടല്ലോ. ഈ കടൽ തീരത്തൊക്കെ ശക്തമായ മഴയുള്ള സമയത്ത്, മൺസൂൺ സമയത്തൊക്കെ അല്ലെങ്കിൽ ന്യൂനമർദ്ദ സമയത്തൊക്കെ മഴ പെയ്യുമ്പോൾ കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല തിര വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നിമിഷത്തിലെ ആവേശം കൊണ്ട് പല ആളുകളുടെയും മുന്നിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അറിയിക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം അല്ലെങ്കിൽ മണ്ടത്തരം കാണിച്ചു കൂട്ടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ജീവൻ നഷ്ടമാകുന്നത് നിങ്ങളുടേതാണ്. ആർക്ക് പോയി? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പോയി. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആളുകളുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമാണ്. മഴ പെയ്യുന്നത് തന്നെ, ശക്തമായ തിരമാല ഉള്ളത് കൊണ്ട് തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാക്കി. പക്ഷേ എന്നിട്ടും അവിടെ പല ആളുകൾ പല രീതിയിൽ അവിടെ എത്തിപ്പെട്ടു. ആ വന്ന ആളുകളുടെ മുന്നിൽ ഞാൻ വലിയ ധൈര്യശാലിയാണ് എന്നും പറഞ്ഞിട്ട് എടുത്ത് ചാടിയതാണ്. അവസാനം കരക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ, നീന്തി കൈയും കാലും കുഴയുന്ന ഒരു അവസ്ഥ. നമുക്കറിയാം, തിരമാല ഉണ്ടെങ്കിൽ തിരയിലൊക്കെ പെട്ട് പോയാൽ നമ്മൾ എത്ര അറിയുന്ന ആളാണെങ്കിലും, സ്വിമ്മിങ് അറിയുന്ന ആളാണെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളെ തിര കൊണ്ടേയിരിക്കും. അപ്പം തിരക്ക് അനുകൂലമായിട്ട് നീന്തി കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ കുഴഞ്ഞ് ലാസ്റ്റ് നമ്മൾ മുങ്ങി മരണപ്പെടുകയാണ് ചെയ്യുക. അവസാനം നോക്കുക, അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് ഓൾറെഡി പറഞ്ഞതാണ് ചാടരുതെന്ന്. അത് കേൾക്കാതെ എടുത്ത് ചാടിയതാണ്. അവസാനം ആ ഗൈഡിൻ്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വന്നു. എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവസാന മൂമെൻറ്റിൽ അങ്ങനെ കൈപൊക്കി കാണിച്ചത് കൊണ്ട് മാത്രം ആ ഗൈഡ് ചാടി അയാളെ രക്ഷപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൽ ഇപ്പം നമുക്കറിയാം, വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴയാണ്. ചിലപ്പോൾ നമ്മൾ കുളിക്കുന്ന ഭാഗത്തും തോടുകളിലും ഒന്നും ചിലപ്പോൾ മഴ ഉണ്ടായിരിക്കണമെന്നില്ല, വെള്ളം ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ മുകൾ ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ടും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശക്തമായ കുത്തിയൊലിക്കുന്ന വെള്ളത്തിലൊന്നും പോയി ചാടാതിരിക്കുക. മീൻ പിടിക്കാനൊന്നും ഈ സമയത്ത് പോകാതിരിക്കുക. ഓക്കെ, കുളിക്കാൻ പരമാവധി നിങ്ങൾ വീട്ടിലുള്ള വെള്ളം ഉപയോഗിക്കുക. വീട്ടിലെ ബാത്റൂമിൽ ഷവറൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ നോർമലി കിണർ വെള്ളമൊക്കെ ഇല്ലേ, വീട്ടിൽ നിന്ന് കുളിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഷെയർ ചെയ്ത് വെക്കുക ഗൈസ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്.